Welcome to RN Success Hub. Today we will discuss about multiple choice questions and few multiple choice questions and its rationales from cardiovascular system child health nursing. So let's start. First question, management of persistent pulmonary hypertension of the newborn include. അപ്പോൾ ക്വസ്റ്റിൻ്റെ സബ്ജക്റ്റ് ഏതാണ്? പെർസിസ്റ്റൻറ്റ് പൾമണറി ഹൈപ്പർടെൻഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്, ഏത് ഡ്രഗാണ് കൊടുക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഡോമെത്താസിനുണ്ട്, പൾമണറി വാസോ ഡയലേറ്റേഴ്സ് ഉണ്ട്, കോർട്ടിക്കോസ്റ്റെറോയിഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൈറ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കണം. അതിനു മുമ്പ് നമ്മൾ പെർസിസ്റ്റൻറ്റ് പൾമണറി ഹൈപ്പർടെൻഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. Persistent pulmonary hypertension means pulmonary vascular resistance is high, so there is hypertension. That means very difficult to pass the blood. ഇതാണ്. അപ്പം ഇത് പെർസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇറ്റ്സ് എക്സിസ്റ്റിംഗ്. ഇത് എവിടെയാണ് എക്സിസ്റ്റിംഗ്? ബേബി ഇൻ യൂട്രോയിലായിരിക്കുമ്പോൾ പൾമനറി ഹൈപ്പർ ടെൻഷൻ ഹൈ ആണ്, പൾമനറി വാസ്കുലാർ റെസിസ്റ്റൻസ് ഹൈ ആണ്. സോ പൾമനറി ആർട്ടറി കൂടെ മീൻസ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന വളരെ മിനിമം ക്വാണ്ടിറ്റിയാണ്. കാരണം പൾമനറി ആർട്ടറി കൂടെ ഇൻ യൂട്രോയിൽ വളരെ മിനിമം ക്വാണ്ടിറ്റി ഫ്ലോ ചെയ്താൽ മതി. കാരണം ലങ്സ് അല്ല ഇൻ യൂട്രോയിലെ എയർ എക്സ്ചേഞ്ച് സെൻറ്റർ പ്ലാസൻ്റെയാണ്. പ്ലാസൻ്റ എയർ എക്സ്ചേഞ്ച് ചെയ്ത് ഓക്സിജനും ന്യൂട്രിയൻറ്റും ബേബിക്ക് പൾമിനറി വെയിൻ വഴി ബേബിക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൾമിനറി ആർട്ടറിയോ ലങ്സോ പൾമിനറി വെയിനോ ഇൻ യൂട്രോയിൽ വളരെ പാർഷ്യലി, കാരണം അതിൻ്റെ ഒരു സർവൈവലിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നു, ബോഡിയുടെ ഓക്സിജൻ നീഡിന് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻ യൂട്രോയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻ യൂട്രോയിൽ ലങ്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫിൽഡ് സാക്കാണ്. ഈച്ച് ആൽവിയോള ഈസ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, ദർ ഇസ് നോ ഗ്യാസ് എക്സ്ചേഞ്ച്. Then what will happen? The pulmonary artery, there is little bit blood, then it mix with oxygen and deoxygenated blood, then it's എന്താണ് ഡക്ടസ് ആർട്ടീരിയോസിസ് വഴി ഇത് അയോട്ടയിലേക്ക് ഷണ്ട് ചെയ്യുന്നു. അയോട്ട വഴി ബോഡിയിൽ ബ്ലഡ് കിട്ടുന്നു. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ദെൻ അംബ്ലിക്കൽ ആർട്ടറി വഴി പ്ലാസൻ്റയിലേക്ക് പോകുന്നു. ഇതാണ് ഫീറ്റസ് സർക്കുലേഷൻ്റെ ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. ഇൻ യൂട്രോയിൽ പൾമനറി ആർട്ടറി വർക്ക് ചെയ്യുന്നില്ല. പൾമനറി ആർട്ടറിയിൽ റെസിസ്റ്റൻസ് ഹൈ ആണ്, കാരണം യൂസ് ചെയ്യാതെ അതിൻ്റെ വോളൊക്കെ കുറച്ച് തിക്കായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് വാട്ട് വിൽ ഹാപ്പൻ? ബേബി വിൽ ക്രൈ. ക്രൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എയർ ലങ്സിലേക്ക് ചെല്ലും. എയർ ലങ്സിലേക്ക് ചെല്ലുമ്പോൾ ഈ ചെല്ലുന്ന എയർ അതിലുള്ള ഫ്ലൂയിഡിനെ പുറത്തേക്ക് എക്സ്പെൽ ഔട്ട് ടു ലിംഫാറ്റിക് സിസ്റ്റം. അത് വരും. നോർമൽ ഡെലിവറിയാണ് കുറച്ച് സ്ക്യൂസ് ഔട്ട് ചെയ്ത് പോകും. അങ്ങനെ രണ്ട് രീതിയിൽ പോകും. മൂന്നാമത്തെ രീതി ഏതാണ്? വൺസ് അംബ്ലിക്കൽ കോഡ് ക്ലാമ്പ് ചെയ്യുമ്പോൾ പ്ലസൻ്റയിൽ നിന്നുള്ള സർക്കുലേഷൻ പെട്ടെന്ന് ടെർമിനേറ്റ് ആവും, കട്ട് ഔട്ട് ആവും. അങ്ങനെ വരുമ്പോൾ ബേബി ഹാസ് ടു സർവൈവ്, സോ ബേബി ഹാസ് ടു ഡു എയർ എക്സ്ചേഞ്ച്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് കട്ടാവുമ്പം എന്താണ് റൈറ്റ് സൈഡിലെ പ്രഷർ എന്താണ്? ഹൈ ആവും, ലോ ആകും. അപ്പോൾ ലോ ആകുമ്പോൾ ഫൊറാമിന ഓവലെ വഴി റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഫൊറാമിന ഓവലെ വഴി ഇത് പാസ് ചെയ്യത്തില്ല. ഞാൻ ജസ്റ്റ് പിക്ചർ വെച്ച് പറയാം. ഈ അംബ്ലിക്കൽ വെയിനിൽ നിന്ന് എങ്ങോട്ട് ചെല്ലുന്നു? റൈറ്റ് ഏട്രിയത്തിൽ ചെല്ലുന്നു. അവിടുന്ന് ഫൊറാമൻ ഓവാലെ വഴി റൈറ്റ് വെൻട്രിക്കിളിൽ ചെല്ലുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ചെല്ലുന്നു. അയോട്ടെ ചെല്ലുന്നു. ഇതാണ് സർക്കുലേഷൻ, ഫീറ്റസ് സർക്കുലേഷൻ. നമ്മുടെ സർക്കുലേഷൻ, അഡൽറ്റിൻ സർക്കുലേഷൻ നമുക്കറിയാം. ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്, ഇവിടുന്ന് ലങ്സിലേക്കാണ്. കുറച്ച് പൾമനറി സർക്കുലേഷൻ ഉണ്ട്, അത് ഇതിൻ്റെ അകത്തില്ല. സിസ്റ്റമിക് സർക്കുലേഷനാണ് ഇതിൻ്റെ അകത്തുള്ളൂ. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇതിൻ്റെ അകത്ത് ഈ സൈഡിൽ പ്രഷർ ഹൈ ആയതുകൊണ്ടാണ് ഈ ഫൊറാമൻ ഓവലെ വഴി ബ്ലഡ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത്. പക്ഷേ ഈ കോഡ് ഇവിടെ ക്ലാമ്പ് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് ഇല്ലാതെ വരുമ്പോൾ ഈ സൈഡിലെ പ്രഷർ എന്താണ്? ലോ ആവും. പ്രഷർ ലോ ആകുമ്പോൾ ഈ സാധനം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. അതായത് ഫൊറാമൻ ഓവലെ ക്ലോസ് ആവും. അപ്പോൾ ഈ ബ്ലഡ് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു സെപ്റ്റമാണ്.
അങ്ങോട്ട് ബ്ലഡിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുത്തെ എന്ത് ചെയ്യും, പ്രഷർ കൂടുന്നു. ഇത് ഓട്ടോമാറ്റിക്കലി പൾമിനറി ഓപ്പൺ അപ്പ് ആയിട്ട് ലങ്സിലേക്ക് പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ലങ്സിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇത് ക്ലോസ് ആകും. ഇതെന്താണ്, ഡക്ടസ് ആർട്ടീരിയോസിസ് ആണ്, ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യും, ബേബി ബ്രീത്ത് എടുക്കാൻ തുടങ്ങും. ഇതാണ് യൂഷ്വലി സംഭവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ബേബി കരയാൻ താമസിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻ്റെ സൈഡ് ഇഫക്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലങ് ഇഷ്യൂസ്, ഹൈപ്പോപ്ലാസ്റ്റിക് ലങ് സിൻഡ്രം അങ്ങനെയുള്ള, അല്ലെങ്കിൽ കാർഡിയക് എട്രോപ്പി മീൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വരുമ്പോൾ പൾമിനറി ഹൈപ്പർ ടെൻഷൻ ഹൈ ആയിരിക്കും. പിന്നെ ഒരു റീസൺ പ്രീടൈം ബേബിക്ക് പൾമിനറി ഹൈപ്പർ ടെൻഷൻ ഹൈ ആയിരിക്കും. അപ്പോൾ ഹൈപ്പർ ടെൻഷനാണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഹൈ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനുള്ള സാധനം കൊടുക്കണം. കുറയ്ക്കാനുള്ള സാധനം ഇതിലേതാണ്, പൾസ് വാസോ ഡയലേറ്ററാണ് ഇതിന് കൊടുക്കുന്നത്. ഇതിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്, ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് NO എന്ന് പറയും. NO ഗ്യാസാണ്, അതായത് നൈട്രസ് ഓക്സൈഡ് ഗ്യാസ് ആണ്. ഓക്സിജന് പോലെ നൈട്രസ് ഓക്സൈഡ് ഗ്യാസ് കൊടുക്കും. അങ്ങനെ അത് വാസോ ഡയലേറ്റർ ആണ്. അപ്പോൾ പൾമിനറി ആർട്ടറി റെസിസ്റ്റൻസ് കുറയും. പിന്നെ എന്താണ് സംഭവിക്കുന്നത്, അത് പയ്യെ റിലാക്സ് ആകും. ഓക്സിജൻ ലങ് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്, ഇതാണ്. ഇതിൻ്റെ ആൻസർ പൾമിനറി വാസോ ഡയലേറ്റേഴ്സ് ആണ്. വേറൊരു പൾമിനറി വാസോ ഡയലേറ്ററാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ E2. ഫസ്റ്റ് NO ദെൻ PGE2. ഇത് രണ്ടും പൾമിനറി വാസോ ഡയലേറ്റർ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഒരുപാടുണ്ട്, മിൽറിനോൺ ഉണ്ട്. ഇങ്ങനെ മെഡിക്കേഷൻ്റെ അധികം ഞാൻ പോകുന്നില്ല. അടുത്തത്, അപ്പം നമ്മൾ ഇതിൻ്റെ രണ്ടിനെയും കൂടെ കാര്യം അറിയണം. ഇൻഡോമെത്താസിൻ നമ്മൾ കൊടുക്കുമോ? ഇൻഡോമെത്താസിൻ എന്ത് കൊടുക്കുന്നതാണ്? ഇൻഡോമെത്താസിൻ എന്താണ്? ഇൻഡോമെത്താസിൻ ഇസ് എ നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗാന്ന് നമുക്കറിയാം. NSAID ആണ്. ഇത് പേഷ്യൻ്റ് PDA, പേറ്റൻറ്റസ് ഡക്ടസ് ആർട്ടീരിയോസിസ്. നമ്മളവിടെ ഒരു ഡക്ടസ് ആർട്ടീരിയോസിസ് കണ്ടു, അത് ഓപ്പൺ ആണെങ്കിൽ, മീൻസ് ഓപ്പൺ ആയിട്ടിരിക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇൻഡോമെത്താസിൻ അതിന് കൊടുക്കും. ഇത് ഇൻഡോമെത്താസിൻ ഇത് ഇത്രയൊന്നും അറിയണ്ട, പ്രോസ്റ്റോഗ്ലാൻഡിൻ ഇൻഹിബിറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് എന്താണ് ഡക്ടസ് ആർട്ടീരിയോസിസ് പേറ്റൻ്റ് ആയിട്ടിരിക്കാൻ കാരണം വാസോ ഡയലേറ്ററായ പ്രോസ്റ്റോഗ്ലാൻഡിൻ കുറേ അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ PGE2 ആണ് കേട്ടോ. PGE1 സെർവിക്കൽ ഡയലറ്റേഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്ന നല്ലതാണ്. അപ്പോൾ ഇവിടെ പ്രോസ്റ്റോഗ്ലാൻഡിൻ ഉണ്ട്, ഇൻഡോമെത്താസിൻ പ്രോസ്റ്റോഗ്ലാൻഡിൻ ഇൻഹിബിറ്റർ ആണ്. ഇൻഹിബിറ്റർ കൊടുക്കുമ്പോൾ പ്രോസ്റ്റോഗ്ലാൻഡിൻ അവിടുന്ന് പോകും, പ്രോസ്റ്റോഗ്ലാൻഡിൻ വിഡ്രോ ചെയ്യും. സോ PDA ക്ലോസ് ആകും. ഇൻഡോമെത്താസിന് പകരം ഇപ്പോൾ കൊടുക്കുന്ന മെഡിസിനാണ് ബ്രൂഫൻ, പാരസെറ്റമോൾ. ഈ 3 മെഡിസിൻസാണ് നമ്മൾ PDAയുടെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇത്രയും കാര്യങ്ങളാണ്. കോർട്ടിക്കോസ്റ്റെറോയിഡ് ന്യൂ ബോണിന് കൊടുക്കില്ല. കോർട്ടിക്കോസ്റ്റെറോയിഡ് ഈസ് നോട്ട് മീൻസ് വി ആർ നോട്ട് സപ്പോസ് ടു ഗീവ്, ഇസ് നോട്ട് റെക്കമെൻഡഡ് ടു ഗീവ് കോർട്ടിക്കോസ്റ്റെറോയിഡ് ടു ബേബീസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ കോമണസ്റ്റ് കോസ് ഓഫ് congestive cardiac failure in 24-hour-old baby born to a diabetes mother. ഈ കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ എന്ന അഡൽറ്റിനാണ്. കൺജനൈറ്റൽ കാർഡിയാക് ഫെയിലിയർ നമ്മൾ മാറ്റി വായിക്കണം. അതായത് കൺജനൈറ്റലായിട്ട് വരുന്ന കാർഡിയാക് ഫെയിലിയർ ആണ്. എന്താണ് കോമണസ്റ്റ് കോസ് ഓഫ് കൺജനൈറ്റൽ കാർഡിയാക് ഫെയിലിയർ ഇൻ ബേബി ബോൺ ടു എ ഡയബറ്റിക് മദർ? കൺജനൈറ്റൽ കാർഡിയാക് ഡിസീസ് ഒരുപാടുണ്ട്. പക്ഷെ ഡയബറ്റിസ് മദറിൻ്റെ ബേബിക്ക് വരാവുന്നത് എന്താണ്? ഓഫ് കോഴ്സ് ഡയബറ്റിക് കാർഡിയോമയോപ്പതിയാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്നും അറിയാം, ബയോകെമിക്കൽ ചേഞ്ചസും കൊണ്ട് ഒരിക്കലും ബേബീസിന് കൺജനൈറ്റൽ കാർഡിയാക് ഡിസീസ് വരത്തില്ല. സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം ഓർ RDS ഓർ HMD, ഇത് ഹയലിൻ മെംബ്രെയിൻ ഡിസീസാണ്. അതായത് സർഫക്റ്റൻറ്റിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ലങ്സിൽ സർഫക്റ്റൻറ്റിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്. സോ അതും തെറ്റാണ്. ഇനി ഇത് ഡയബറ്റിസ് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞാൽ അമ്മ ഡയബറ്റിക്കാണ്, ഇറ്റ്സ് അൺകൺട്രോൾഡ് ആണെങ്കിൽ കാർഡിയാക് മസിൽസിൻ്റെ സ്ട്രെങ്ത് തിക്നെസ് കൂടി
മീൻസ് കൺട്രാക്ഷൻ, അതായത് കാർഡിയാക് ഹാർട്ട് കൺട്രാക്ട് ചെയ്യണമല്ലോ, കൺട്രാക്ഷൻ കപ്പാസിറ്റി കുറഞ്ഞ് ബേബീസിന് കാർഡിയാക് ഫെയിലിയർ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ഈസ് സി. അപ്പം ഇതാണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേഷ്യൻ്റ് വിത്ത് വാസ്കുലാർ റിംഗ് യൂഷ്വലി പ്രസൻറ്റ് വിത്ത് ദ ഫോളോയിങ് സിംറ്റം. വാസ്കുലാർ റിംഗ് ഇതൊക്കെ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. വാസ്കുലാർ റിംഗ് എന്ന് പറഞ്ഞാൽ വാസ്കുലാർ ബ്ലഡ് വെസൽ കൊണ്ടുള്ള ഒരു റിങ്, യൂഷ്വലി പ്രസൻറ്റ് വിത്ത് ദ ഫോളോയിങ്. എന്തൊക്കെയാണ്? അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അതിന് മുമ്പ് നമ്മൾ എന്താ പറയണം? വാട്ട് യു മീൻ ബൈ വാസ്കുലാർ ഡിസീസ്. വാസ്കുലാർ ഡിസീസ് എന്നാന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വാട്ട് യു മീൻ വാസ്കുലാർ റിങ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻ സൈനോസിസ്, സിൻകോപ്പ്, സോളോയിങ് ഡിഫിക്കൽറ്റി വിത്ത് വീസിങ്, ഈ 3 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ വാസ്കുലാർ റിങ് എന്തെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ വാസ്കുലാർ റിങ് എന്നാന്ന് കാണിച്ചു തരാം. A vascular ring occurs when the aorta or its branch form a complete ring around the trachea and esophagus. അതായത് അയോട്ടയോ അതിൻ്റെ ബ്രാഞ്ചസോ ട്രക്കിയനെയോ ഈസോഫാഗസിനെയോ കംപ്ലീറ്റ് ആയിട്ട് റിങ് ചെയ്യുന്ന ചുറ്റിയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാസ്കുലാർ റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്ചർ നോക്കിക്കേ. ഈ പിക്ചറിൻ്റെ അകത്ത് ഇതെന്താണ്? ട്രക്കിയുണ്ട്. ട്രക്കിയയുടെ ബാക്ക് സൈഡിൽ എന്തുണ്ട്? ഈസോഫാഗസ് ഉണ്ട്. ട്രക്കിയും ഈസോഫാഗസും ഒപ്പമല്ലേ? അപ്പോൾ ട്രക്കിയുണ്ട്, ഇതിൻ്റെ അടുത്ത് ഈസോഫാഗസും ഉണ്ട്. അപ്പം നമ്മുടെ ഇത് നോക്കി, അയോട്ട ആക്ച്വലി ഇങ്ങനെയാണ് പോകേണ്ടത്. അയോട്ട ആക്ച്വലി എങ്ങനെയാണ്? അയോട്ട ഇങ്ങനെയാണ് പോകേണ്ടത്. ഇങ്ങനെ ഒരു ഇവിടുന്നും ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ അതിൻ്റെ കണ്ടോ റിങ് പോലെ വന്നിരിക്കുവാണ്. ഈ റിങ് പോലെ വന്നത് അബ്നോർമലാണ്. ഇതൊരു റിംഗ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ റിംഗ് ആയിട്ട് ഫോം ചെയ്ത് ട്രക്കിനെയും ഈസോഫാഗസിനെയും ഇങ്ങനെ ബൈൻഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ട്രക്കിയ ബ്രീത്തിങ് എടുക്കാൻ ഡിഫിക്കൽറ്റി വരും. ഈസോഫാഗസ് അവിടെ തന്നെയുണ്ട് അതിൻ്റെ ബാക്കിൽ. അപ്പോൾ സോളോയിങ് ഡിഫിക്കൽറ്റി വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ. അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും, സൈനോസിസ് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതിൽ കൂടെ രണ്ടിൽ കൂടെയും ബ്ലഡ് പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക, ഇവിടെ സൂച്ചർ ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളത്. പിന്നെ ഓപ്ഷൻ നോക്കാം. സൈനോസിസ് വരാൻ ഒരു ചാൻസ് ഇല്ല. കാരണം ബ്ലഡ് ആഡിക്വേറ്റ്, പേഷ്യൻ്റ് ബേബീസ് ഗെറ്റിംഗ് ഇനഫ് ബ്ലഡ്. സോ സൈനോസിസ് തെറ്റാണ്. അടുത്ത എന്താണ്? സിൻകോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ അൺകോൺഷ്യസ്നെസ് ആണ് ഡ്യൂ ടു ദ റെഡ്യൂസ്ഡ് ബ്ലഡ് സപ്ലൈ ടു ദ ബ്രെയിൻ. അതല്ല, ബ്രെയിനിലേക്കുമായിട്ടൊരു യാതൊരു ബന്ധവുമില്ല. സോ അതല്ല. സോളോയിങ് ഡിഫിക്കൽറ്റി വിത്ത് വീസിങ്, അതാണ്. കാരണം ഈസോഫാഗസിനെയും ട്രക്കിയനെയും ബൈൻഡ് ടുഗദറാണ്. അതുകൊണ്ട് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? ആൻസർ എന്താണ്? സി ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് PDA കൺസിസ്റ്റ് ഓഫ്. PDA എന്നാ നമ്മൾ ഓൾറെഡി കണ്ടു. PDA എവിടുന്നാണ്? പൾമിനറി ആർട്ടറിക്കും അയോർട്ടയ്ക്കും ഇടയ്ക്കുള്ള അബ്നോർമൽ കണക്ഷനാണ്. ഇൻ യൂട്രൽ അത് നോർമലാണ്. ആഫ്റ്റർ ബർത്ത് അത് അബ്നോർമലായിട്ട് നിൽക്കും. അപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ അറിയുന്നത് നല്ലതാണ്. PDAയുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇൻഡോമെത്താസിൻ ടാബ്, പാരസെറ്റമോൾ ഓർ ബ്രൂഫൻ. ഇൻഡോമെത്താസിന് സൈഡ് എഫക്റ്റ് കൂടുതലാണ്. ത്രോംബോസൈറ്റോപീനിയ വരാൻ ചാൻസ് ഉണ്ട്. ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് പാരസെറ്റമോളാണ്, അല്ലെ ബ്രൂഫനാണ്. ഇപ്പോൾ പാരസെറ്റമോളിലാണ് ഏറ്റവും കൂടുതൽ സൈഡ് എഫക്റ്റ് കുറവ്. അതാണ് മെഡിക്കൽ മാനേജ്മെൻറ്റ്. സർജിക്കൽ മാനേജ്മെൻറ്റ് ലൈഗേറ്റ് ചെയ്യുക. അവിടെ എങ്ങനെ ലൈഗേറ്റ് ചെയ്തിട്ട് അത് ഡിവൈഡ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് PDA കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണെന്ന് ഓപ്ഷൻ നോക്കിയേ. ലൈഗേഷൻ ഓഫ് ദ ഡക്റ്റ് ഒൺലി ഇൻ ഇൻഫൻറ്റിൽ ലൈഗേറ്റ് ചെയ്യുക. മീൻസ് ലൈഗേഷൻ ആൻഡ് ഡിവിഷൻ ഇൻ ഓൾ കേസസ്. എല്ലാ കേസസിലും മീൻസ് ലൈഗേറ്റ് ചെയ്യുക. ലൈഗേഷൻ ആൻഡ് ഡിവിഷൻ ഒൺലി ഇൻ ലാർജ് ഡിഫക്റ്റ്. അപ്പോൾ ഈ 3 നമ്മുടെ ഇത്. ലൈഗേഷൻ ഓഫ് ദ ഡക്റ്റ് ഒൺലി ഇൻ ഇൻഫൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് വൺസ് PDA ഉണ്ട്, PDAയും കൊണ്ട് ബേബിക്ക് ഓക്സിജനും യാതൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ കൊച്ചൊരു 3 വയസ്സാകുമ്പോൾ PDA കാരണം കൊച്ചിൻ്റെ ഗ്രോത്തിന് പ്രോബ്ലം വന്നാൽ ലൈഗേറ്റ് ചെയ്യാം. എനി ടൈം, ഏത് സമയത്തും PDA ലൈഗേറ്റ് ചെയ്യാം. അതായത് എപ്പോഴാണോ ഹെൽത്തിനെ അത് പ്രോബ്ലം വരുന്നത് അപ്പോൾ ചെയ്യാം. സോ ഇത് തെറ്റാണ്. എനി ടൈം വി ക്യാൻ ഡു. ലൈഗേഷൻ ആൻഡ് ഡിവിഷൻ ഈസ് ഓൾ
ഇൻ ഓൾ കേസസ് ലൈഗേഷൻ ആൻഡ് ഡിവിഷൻ ഇൻ ഓൾ കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനർ ആണോ മോഡറേറ്റ് ആണോ ഏത് കേസ് വേണമെങ്കിലും ലൈഗേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ലൈഗേഷൻ ആൻഡ് ഡിവിഷൻ ഒള്ളി ഇൻ ലാർജ് ഡിഫക്റ്റ്. ലാർജ് ഡിഫക്റ്റിൽ നമ്മൾ ചെയ്യണം. എപ്പോഴാണ് ലാർജ് ഡിഫക്റ്റ് ചെയ്യുന്നത്? ബിഫോർ 6 months. ഓൾ കേസ് ചെയ്യുന്നത് എനി ടൈം ചെയ്യാം. യൂഷ്വലി ആഫ്റ്റർ 6 months ആണ്. അപ്പോൾ ഇത് ആണ് ആൻസർ. അതായത് ലൈഗേഷൻ ആൻഡ് ഡിവിഷൻ ഓൾ കേസ്, എല്ലാ കേസസിലും മൈനർ ആയാലും മോഡറേറ്റ് ആയാലും ലാർജ് ആയാലും ഏത് സമയത്ത് വേണേലും ഇത് ലൈഗേറ്റ് ചെയ്യാം. അതിനൊരു ടൈം ഫിക്സ്ഡ് അല്ല. ബട്ട് ലാർജ് ഡിഫക്റ്റാണ് പേഷ്യൻ്റ് സർവേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ് ബർത്തിൽ തന്നെ വിതിൻ 24 hours ചെയ്യാം. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ബി ആണ്. പീഡിയ കാണിച്ചു തരാം. പീഡിയയുടെ ഇതുണ്ടോ? ഞാൻ പറഞ്ഞാണ്. ഇത് അയോർട്ടയാണ്, പൾമിനറി ആർട്ടറി ആണ്. അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമിനറി ആർട്ടറി വരുന്നു. എങ്ങോട്ട് പോകുന്നു? ഇത് ബ്രാഞ്ചായിട്ട് ലങ്സിലേക്ക് പോകുന്നു. ഇതാണ് നോർമൽ. ഇത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് വരുന്നു, ബ്രാഞ്ചസ് ആയിട്ട് എങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. പക്ഷേ അയോർട്ട എന്നൊരു അബ്നോർമൽ കണക്ഷൻ ഇവിടെ ഉണ്ട്. ഇതാണ് പീഡിയ. അടുത്തത് സയൻസ് റെക്കഗ്നൈസ്ഡ് ടു ബി യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ് ഓഫ് എയർലി സ്റ്റേജസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ ഇൻ ദ ഇൻഫൻറ്റ് ഈസ്. അതായത് എയർലി സ്റ്റേജ് ഓഫ് ഹാർട്ട് ഫെയിലിയർ ഇൻഫൻറ്റിലെ ഏത് സൈൻ വെച്ചാണ് വെച്ചാൽ സയൻസ് റെക്കഗ്നൈസ്ഡ് ടു ബി യൂസ്ഫുൾ ഫോർ ഡയഗ്നോസിസ് ഓഫ് എയർലി സ്റ്റേജ് ഓഫ് കാർഡിയാക് ഫെയിലിയർ ഇൻ ഇൻഫൻറ്റ്. അതായത് എന്താണ്? യൂസ്ഫുൾ ആയിരിക്കണം. ഒരുപാട് സയൻസ് ഉണ്ട്, ബട്ട് ഏത് സൈനാണ് യൂസ്ഫുൾ ഉള്ളതെന്നാണ് ഇതിൻ്റെ അകത്തെ സ്ട്രാറ്റജിക് വേർഡ്. ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ കുറേ സയൻസ് ഉണ്ട്. ഫസ്റ്റ് സൈൻ എന്താണ്? ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയാണ്. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, റെഫ്യൂസൽ ഓഫ് ഫീഡ്, ടയേർഡ്നെസ്, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് കാർഡിയാക് ഫെയിലിയറിലുണ്ട്. പക്ഷെ നമ്മളെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? നോക്കിക്കേ, അനോറക്സിയ, അതായത് ഫുഡ് ബേബി കഴിക്കുന്നില്ല, അതേ ഫുഡ് റെഫ്യൂസ് ചെയ്യുവാണ്. നമുക്ക് പറയാൻ പറ്റുമോ കാർഡിയക് പ്രോബ്ലം ആണ്? ഒരു കാരണവശാലും വേറെ ഡൈജസ്റ്റീവ് പ്രോബ്ലം വരാം, ഗ്രോത്ത് പ്രോബ്ലം വരാം, എനി പ്രോബ്ലം, ഈവൻ ഫീവറിൻ്റെ സമയത്ത് ബേബീസ് ഫുഡ് എടുക്കില്ല. സോ അതിൻ്റെ കാർഡിയാക് ഫെയിലിയർ ആയിട്ട് നമുക്ക് ഒരിക്കലും ഒരു സൈനായിട്ട് എടുക്കാൻ പറ്റില്ല. സോ അത് റോങ് ആണ്. സോ അടുത്തത് ടക്കിക്കാർഡിയ അവിടെ കിടക്കട്ടെ. ഹെപ്പാറ്റോമെഗലി വരുമ്പോൾ നമുക്ക് ആദ്യം കാർഡിയാക് ഡിസീസ് ആയിട്ടല്ല എടുക്കുന്നത്, ലിവർ പ്രോബ്ലം ആയിട്ട് എടുക്കും, എന്തെങ്കിലും ജോണ്ടിസിനോട് അസോസിയേറ്റഡ് ആയിട്ട് എടുക്കും. അതുകൊണ്ട് സിസ്റ്റിക് ഫൈബ്രോസിസ്, അങ്ങനെ കുറേ ഡിസീസിനൊക്കെ ഹെപ്പാറ്റോമെഗലി വരും. ഫസ്റ്റ് അപ്പോൾ ബേബീസിൻ്റെ ലങ്സ് ലിവർ പാൽപ്പബിളാണ് അറ്റ് ബർത്ത്. അതുകൊണ്ട് അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതും റോങ് ആണ്. ഇനി നമുക്ക് എന്താണുള്ളത്? ടക്കിക്കാർഡിയാണുള്ളത്. ടക്കിക്കാർഡിയ ബേബീസിന് ഹാർട്ട് റേറ്റ് 150-160 എബോവ് ആണ് ഓൾവേസ്. അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ഹൈ ആണ്, പക്ഷേ ടെമ്പറേച്ചറും ഇല്ല, വേറെ സിസ്റ്റം ഒന്നും ഇല്ലെങ്കിൽ, ടെമ്പറേച്ചർ ഉള്ളപ്പോഴാണ് ഹാർട്ട് റേറ്റ് കൂടുന്നത്. ഇല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് ടക്കിക്കാർഡിയ ഉണ്ടെങ്കിൽ ഇതെന്താണ്? കാർഡിയാക് ഫെയിലിയർ ആയിട്ട് സൈനായിട്ട് എടുക്കാം. എപ്പോഴും ടക്കിക്കാർഡിയ എക്കോ ചെയ്യാൻ പറയും. ഫുഡ് കഴിക്കുന്നില്ല, എക്കോ ചെയ്യാൻ പറയത്തില്ല. ലങ്സിനാണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യാൻ പറയും. സോ അപ്പോൾ എൻ്റെ ആൻസർ എന്നതാണ്? ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? A neonate has central cyanosis and has short systolic murmur on the second day of birth. The diagnosis is neonate has central cyanosis. Central cyanosis means എന്താണ്? മീൻസ് ടങ്ക് സൈനോസിസ് ആകുക. ടങ്കാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ സെൻട്രൽ സൈനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടങ്കിനാണ് നമ്മൾ നോക്കുമ്പോൾ ടങ്ക് ഭയങ്കര ബ്ലൂ ആയിട്ടിരിക്കുക. ഇതാണ് നമ്മൾ ആദ്യം ബേബീസിന് കാണുന്ന സൈന്. ആൻഡ് ഹാസ് ഷോർട്ട് സിസ്റ്റോളിക് മർമർ ഷോർട്ട് ആണ്. സെക്കൻഡ് ഡേ, അപ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ സെക്കൻഡ് ഡേയിൽ തന്നെ ഇങ്ങനെ വന്നാൽ എന്താണെന്നാണ്. അപ്പം നമ്മൾ എന്താ അറിയണമെങ്കിൽ കാർഡിയാക് ഡിസീസിനെ കുറിച്ചൊരു ഐഡിയ വേണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം നോക്കിയേ, വി എസ് ഡി നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം വെൻട്രിക്കുലാർ സെപ്റ്റർ ഡിഫക്റ്റ് ആണ്. വെൻട്രിക്കുലാർ സെപ്റ്റർ ഡിഫക്റ്റ് സൈനോട്ടിക് കാർഡിയാക് ഡിസീസ് അല്ല. കാർഡിയാക് ഡിസീസ് 2 ടൈപ്പ് ഉണ്ട്, സൈനോട്ടിക് ആൻഡ് എസൈനോട്ടിക്. വി എസ് ഡി സൈനോസിസ് അല്ല, ASDയും സൈനോട്ടിക് കാർഡിയാക് ഡിസീസ് അല്ല. സോ നമുക്ക് അത് രണ്ടും തെറ്റാന്ന് പറയാം. ഇനി നമ്മളത് എലിമിനേറ്റ് ചെയ്തു. ഇനി അടുത്ത 2 ഓപ്ഷൻ, ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് വെസൽസ് ആൻഡ് ടെട്രോളജി ഓഫ് പാലറ്റ്.
ടെട്രോളജി ഓഫ് പാലറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 കണ്ടീഷൻസ് ഉള്ളതാണ്. അപ്പോൾ 4 കണ്ടീഷൻ ഞാനിവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ 4 കണ്ടീഷൻ, അതായത് ജസ്റ്റ് പറയാം, പൾമണറി സ്റ്റെനോസിസ്, റൈറ്റ് വെൻട്രിക്കൽ ഹൈപ്പർട്രോഫി, ഓവർ റൈഡിങ് ഓഫ് അയോർട്ട, VSD, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വരുന്നുണ്ട് ബേബീസിന്. എപ്പോഴാണ് നിയോനേറ്റ്സിൻ്റെ സെക്കൻഡ് ഡേയിൽ ടോഫ് നമ്മൾ ഐഡൻറ്റിഫൈ പോലും ചെയ്തില്ല. കാരണം ബേബീസിന് PD ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട്, അതായത് പേറ്റൻറ്റഡ് ഡക്റ്റസ് ആർട്ടീരിയോസസ് ഉള്ളതുകൊണ്ട് ബേബി സർവൈവ് ചെയ്യും. ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ടെട്രോളജി ഓഫ് പാലറ്റ് ഐഡൻറ്റിഫൈ ചെയ്തുള്ളൂ. അതായത് പിന്നെ സയൻസ് ഒക്കെ വന്നു കഴിഞ്ഞ്, ക്ലംഫിംഗ് ഫുഡൊക്കെ വന്നു കഴിഞ്ഞൊക്കെയാണ്. ഒരുപാട് ഏജായിട്ടും ടെട്രോളജിയുടെ സർജറി ചെയ്യുന്നവരുണ്ട്. ഈ 4 കണ്ടീഷൻ കറക്ഷൻ ചെയ്യാം. അതുകൊണ്ട് ഒരിക്കലും സെൻട്രൽ സൈനോസിസ് സെക്കൻഡ് ഡേ വരില്ല. തെറ്റാണ്. സോ ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് വെസൽസ്. അപ്പം നമുക്ക് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് വെസൽ ആണോ എന്നറിയാൻ, വാട്ട് യു മീൻ ബൈ ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ബ്ലഡ് വെസൽ? ഗ്രേറ്റ് ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ്? ഏറ്റവും വലുതാണ് അയോർട്ട, അടുത്ത എന്താണ്? പൾമിനറി ആർട്ടറി. ഈ 2 എണ്ണമാണ് ഗ്രേറ്റ് ബ്ലഡ് വെസൽസ്. അപ്പോൾ പൾമിനറി ആർട്ടറി വരുന്ന റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോർട്ട വരുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളുമാണ്. അപ്പോൾ ട്രാൻസ്പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കുമ്പോൾ എന്താണ്? ലങ്സിലേക്ക് പോകുന്ന എന്താണ്? നമുക്ക് ബോഡിയിൽ നിന്ന് വന്ന, ബോഡിയിലുള്ള ഓക്സിജൻ ഉള്ള ബ്ലഡ് ലങ്സിലേക്കും പോകും, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് അയോർട്ടയിലും പോകും. കാരണം ഇവിടെ പിക്ചറുണ്ട്, ഇത് നോക്കിയേ. നോർമൽ ഹാർട്ടിൻ്റെ അകത്ത് എവിടെ നിന്നാണ് പൾമിനറി ആർട്ടറി വരുന്നത്? ഇതാണ് പൾമിനറി ആർട്ടറി. അയോർട്ട ഇങ്ങനെയാണ്. ഇവിടെ നിന്നാണ് പൾമിനറി ആർട്ടറി അയോർട്ടയും വരുന്നത്. ഇത് ഓക്സിജൻ ഉള്ള ബ്ലഡാണ്, അയോർട്ട വഴി ബോഡിയിലേക്ക് പോകും. ഈ ബ്ലൂ കളറ് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡാണ്, ഇത് പൾമിനറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോയി പ്യൂരിഫൈ ചെയ്യും. ഇതാണ് ഐഡിയലി നോർമലി വേണ്ടത്. ബട്ട് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ബ്ലഡ് വെസൽസ്? അതിൻ്റെ അകത്ത് ഈ അയോർട്ട നോക്കിയേ, അയോർട്ട ഈ റൈറ്റ് വെൻട്രിക്കിളിൽ വരുന്നു. അതായത് അയോർട്ടയിൽ കൂടെ പോകുന്ന എന്താണ്? ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡാണ്. അത് ബോഡി ചെല്ലും, ബോഡിയുടെ എല്ലാ സ്ഥലത്തും സൈനോസിസ് ആവും. അടുത്തത് പൾമിനറി ആർട്ടറി വന്നേക്കുന്ന എവിടെ നിന്നാണ്? പൾമിനറി ആർട്ടറി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. അതായത് ഓക്സിജൻ ഉള്ള ബ്ലഡാണ്. ഇത് വീണ്ടും ലങ്സിൽ പോവും. ലങ്സിൽ ഓൾറെഡി എക്സ്ചേഞ്ച് നടന്നതാണ്, ഒരു പണിയില്ല, തിരിച്ചു വരും. സോ ഇങ്ങനെയാണ്. അതുകൊണ്ട് ബേബി സൈനോസിസ് ആകും. ഇത് ഏറ്റവും ഒരു വളരെ റിസ്കി, ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷനാണ്. വിതിൻ 24 hours അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ സർജറി ചെയ്യണം, അല്ലെങ്കിൽ ബേബി സർവൈവ് ചെയ്യില്ല. സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറി ആണ്. ആൻസർ 1 ഈസ് എ. അടുത്തത് എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്? ഏതാണിതിൽ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്? അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് സൈനോട്ടിക്കും എസൈനോട്ടിക് ഹാർട്ട് ഡിസീസ് അറിയുന്നത് നല്ലതാണ്. PDA ആണോ, ഇതാണ് PDA ആണോ, ടോഫ് ആണോ, ആൻഡ് കൊയാട്ടേഷൻ ഓഫ് അയോർട്ട ആണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏതാണ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്? അപ്പോൾ ഈ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് റെഡ്യൂസ്ഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ടു ദ ബോഡി. ഏതെങ്കിലും കാർഡിയാക് ഡിസീസ് കണ്ട് ബോഡിയിലേക്ക് ഓക്സിജൻ്റെ അളവ് കുറയുവാണെങ്കിൽ അത് നമ്മൾ സൈനോട്ടിക് കാർഡിയാക് ഡിസീസ് എന്നും, ഏതെങ്കിലും കാർഡിയാക് ഡിസീസ് കൊണ്ട് ഓക്സിജൻ്റെ അളവിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ, പിന്നെ ഡിലേയ്ഡ് ഗ്രോത്ത് പ്രോബ്ലംസ് ഒക്കെ വരും, ഓക്സിജൻ്റെ അളവിൽ അബ്നോർമലായിട്ടൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അതിന് ഇപ്പോൾ സൈനോസിസ് ബോഡിക്ക് വരില്ലല്ലോ. സോ സൈനോട്ടിക് കാർഡിയാക് ഡിസീസ് എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് കൂടെ നമുക്ക് നോക്കാം. സൈനോട്ടിക് കാർഡിയാക് ഡിസീസ് ടെട്രോളജി ഓഫ് പാലറ്റ്, ടോറ്റഡ് അനോമലസ് പൾമിനറി വീനസ് കണക്ഷൻ. അത് ഇപ്പോൾ പറയാൻ ഒത്തിരിയുണ്ട്. സോ ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രം, അതായത് ലെഫ്റ്റ് സൈഡിലെ ഹാർട്ട് വളരെ ഇതായിരിക്കും. ദെൻ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറി, TG നമ്മൾ കണ്ടു. ഡക്റ്റസ് ആർട്ടീരിയോസസ്, ട്രൈക്കസ്പിഡ് ഇട്രീഷ്യ, ഇൻറപ്റ്റഡ് അയോർട്ടിക് ആർച്ച്, പൾമിനറി ഇട്രീഷ്യ, പൾമിനറി സ്റ്റെനോസിസ്. ഇതെല്ലാം ആക്ച്വലി നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ ലിസ്റ്റ് ഡൗൺ എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എസൈനോട്ടിക് എന്ന് പറഞ്ഞാൽ സൈനോസിസ് വരാത്ത കണ്ടീഷൻ. ഇതെല്ലാം സൈനോസിസ് ആട്ടോ. ഫസ്റ്റ് ASD, ABSD, VSD, PDA. ABSD എന്ന് പറഞ്ഞാൽ ഏട്രിയോ വെൻട്രിക്കൽ കംപ്ലീറ്റ് സെപ്റ്റം ഇല്ല. പൾമിനറി സ്റ്റെനോസിസ് സൈനോട്ടിക് അല്ല. പൾമിനറി അട്രീഷ്യ, അതായത് പൾമിനറി ആർട്ടറിക്ക് ഓപ്പണിങ്ങേ ഇല്ലാത്തത് സൈനോട്ടിക് ആണ്. കൊയാട്ടേഷൻ ഓഫ് അയോർട്ട എന്ന് പറഞ്ഞാൽ അയോർട്ടയുടെ നാരോയിങ് ആണ്, അതിന് കുഴപ്പമില്ല.
ദെൻ അയോട്ടിക് സ്റ്റെനോസിസ്. അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പണിംഗ് നാരോ ആകുന്നതാണ്, അതിന് കുഴപ്പമില്ല. ബട്ട് അയോട്ടിക് അട്രീഷ്യ, അയോട്ടിക് അട്രീഷ്യ അത് പ്രോബ്ലമാണ്. ബൈക്കസ്പിഡ് അയോട്ടിക് വാൽവ്, അതായത് 2 കപ്പ് പോലെ അയോട്ടിക് വാൽവിന് വരുന്ന പ്രോബ്ലം. ഇങ്ങനെയെല്ലാം വന്നാൽ അത് സൈനോട്ടിക് കാർഡിയാക് ഡിസീസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നത് എന്താണ്? സൈനോട്ടിക് കാർഡിയാക് ഡിസീസ് എന്താണ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് സൈനോട്ടിക് കാർഡിയാക് ഡിസീസ് ഏതാണ്? നമ്മൾ പറഞ്ഞു PDA അല്ല, കൊയാട്രേഷൻ ഓഫ് അയോട്ട അല്ല, പിന്നെ ഏതാണ്? ടെട്രോളജി ഓഫ് വാലറ്റ് ആണ്. അപ്പോൾ സൈനോട്ടിക് കാർഡിയാക് ഡിസീസ് എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ് നമ്മുടെ ആൻസർ, ടെട്രോളജി ഓഫ് വാലറ്റ്. അടുത്തത് വാട്ട് ഈസ് അസൈനോട്ടിക് കാർഡിയാക് ഡിസീസ്? ജസ്റ്റ് നമുക്കറിയാം, ASD അല്ല, ട്രൈക്കസ്പിഡ് ടെട്രോളജി ഓഫ് വാലറ്റ് എന്താണ്? എസൈനോട്ടിക് കാർഡിയാക് ഇതാണ് വിച്ച് ഇസ് ആൻ എസൈനോട്ടിക് കാർഡിയാക് ഡിസീസ്. ട്രൈക്കസ്പിഡ് അട്രീഷ്യ, എന്ത് അട്രീഷ്യ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഓപ്പണിംഗ് ആണ്, അതെല്ലാം സൈനോട്ടിക് ആണ്. സ്റ്റെനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് മീൻസ് അതിൻ്റെ ഓപ്പണിങ്ങിന് റെഡ്യൂസ്ഡ് സൈസ് ആയിരിക്കും, അത് എസൈനോട്ടിക് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇത് സൈനോട്ടിക് ആണ്, ടെട്രോളജി ഓഫ് വാലറ്റ് സൈനോട്ടിക് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ASD ആണ്. അപ്പോൾ ആൻസർ ഈസ് എ. ഒറ്റ ക്വസ്റ്റിനോട് നമുക്ക് നോക്കാം. വിച്ച് ആർ ദ 4 ഡിഫക്ട്സ് ഇൻക്ലൂഡ് ഇൻ ടോഫ്? ടോഫ് മീൻസ് ടെട്രോളജി ഓഫ് വാലറ്റ് ആണ്. പിന്നെ ട്രക്യൂ ഈസോഫാജി ഫിസ്റ്റുലായിരിക്കും നമ്മൾ ടോഫ് എന്ന് പറയും, പക്ഷേ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ടെഫ് എന്നാണ്. ഇത് ടോഫ്, ട്രക്യോ ഈസോഫാജിയൽ അല്ലല്ലോ, ടെട്രോളജി ഓഫ് വാലറ്റ്. ഓക്കെ, ദെൻ 4 ഡിഫക്റ്റ് ഏതാണ്? 4 ഡിഫക്റ്റ് ഏതാണ് നമ്മൾ കറക്റ്റായിട്ട് അറിയണം നല്ലതാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് VSD, പൾമിനറി സ്റ്റെനോസിസ്, ഓവർ റൈഡിങ് ഓഫ് അയോട്ട, റൈറ്റ് വെൻട്രിക്കൽ ഹൈപ്പർട്രോഫി. ASD, പൾമിനറി സ്റ്റെനോസിസ്, ഓവർ റൈഡിങ് ഓഫ് അയോട്ട, വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ദെൻ ഏത് വെൻട്രിക്കിളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ട്രൈക്കസ്പിഡ് അട്രീഷ്യ, VSD, ASD, പൾമിനറി സ്റ്റെനോസിസ്, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമുക്കിതെന്നാന്ന് നോക്കാം, അതാണ് നല്ലത്. ടെട്രോളജി ഓഫ് വാലറ്റ് മീൻസ് ഒരു കൺജനേറ്റഡ് ഡിസീസാണ്, സൈനോട്ടിക് കാർഡിയാക് ഡിസീസാണ്. ഇതിന് 4 ഡിഫക്റ്റ് ഉണ്ട്. ആ 4 ഡിഫക്റ്റ് എന്നാ ഞാൻ ജസ്റ്റ് സിംപ്ലി വേഗം പറയാം. 4 ഡിഫക്റ്റിൻ്റെ അകത്ത് ഫസ്റ്റ് എന്താണ്? ഈ പൾമിനറി ആർട്ടറിയാണിത്. പൾമിനറി ആർട്ടറി, ഈ കളറ് പറ്റുള്ള പൾമിനറി ആർട്ടറിയാണ് ഇത് കാണുന്നത്, പൾമിനറി ആർട്ടറി. അപ്പോൾ ഈ പൾമിനറി ആർട്ടറിക്ക് എന്താണ്? അതിൻ്റെ അകത്ത് ഒരു പൾമിനറി സ്റ്റെനോസിസ് വരും, കാരണം ഇതിൻ്റെ ഓപ്പണിങ് വളരെ കുറവാണ്. അപ്പോൾ സ്റ്റെനോസിസ് വരുമ്പോൾ എന്ത് ചെയ്യും? ഇതിൽ കൂടെയുള്ള ബ്ലഡിൻ്റെ അളവ് ഫ്ലോ കുറയും. അപ്പോൾ എന്ത് ചെയ്യും? കുറേ ബ്ലഡ് എന്ത് ചെയ്യും? റിമെയിൻ ചെയ്യും. എവിടെ റിമെയിൻ ചെയ്യും? ഈ സൈഡിൽ പൂൾ ചെയ്യും. ഇങ്ങനെ പൂൾ ചെയ്ത് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഇത് വരും. അപ്പോൾ ഇവിടെ ആദ്യത്തെ സംഭവം എന്താണ്? തുടങ്ങുന്നത് എവിടെയാണ്? പൾമിനറി സ്റ്റെനോസിസ്. പൾമിനറി സ്റ്റെനോസിസിൽ ഇത് തുടങ്ങും, പൾമിനറി സ്റ്റെനോസിസ്. അടുത്ത എന്താണ്? അപ്പോൾ ബ്ലഡ് പൂൾ ചെയ്യുവാണ്, ഇവിടെ ഭയങ്കരമായിട്ട് പൂൾ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, അത് വലുതാവും, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അപ്പോൾ ഇവിടെ കുറേ പ്രഷർ കൂടിക്കഴിയുമ്പോൾ എന്നായും ഇവിടുത്തെ സെപ്റ്റം ഓപ്പണിംഗ് ആവും, ഇങ്ങോട്ട് ബ്ലഡ് പോകും. അതിനെന്ത് പറയും? VSD എന്ന് പറയും. അപ്പോൾ നമ്മൾ 3 കേസ് കണ്ടു. പൾമിനറി സ്റ്റെനോസിസിലാണ് തുടങ്ങുന്നത്, പൾമിനറി സ്റ്റെനോസിസ് വന്നു, റൈറ്റ് ഇവിടെ ഹൈപ്പർട്രോഫിയായി, VSD വന്നു. ഇതെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരുന്ന ബ്ലഡിൻ്റെ അമൗണ്ട് എന്നാ? കുറച്ചാവും. അപ്പോൾ ഈ അയോർട്ടയാണ് ഈ കാണുന്നത്, ഈ അയോർട്ടയിൽ കൂടെയുള്ള ഫ്ലോയും കുറയും. ഫ്ലോ കുറയുമ്പോൾ ഈ സാധനം ഇവിടെ ഇച്ചിരി നാരോ അങ്ങനെയും വരും, കൊയാട്രേഷൻ ഓഫ് അയോർട്ട വരും. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സെപ്റ്റം ഇങ്ങനെ കംപ്ലീറ്റ് പോകുന്നതുകൊണ്ട് അയോട്ടയിൽ നിന്ന് 2 ടൈപ്പ് ബ്ലഡ് കയറി വരും. കണ്ടോ? അയോട്ട ആക്ച്വലി ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതിന് പകരം അയോട്ട ഇവിടെ കയറിയിരിക്കുവാണ്. സോ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് പോകും, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് പോകും. അതായത് അയോട്ട ഇതിൻ്റെ 2ൻ്റെ സെൻറ്ററിൽ വന്നിരിക്കും. അതാണ് ഓവർ റൈഡിങ് ഓഫ് അയോട്ട. അപ്പോൾ ഏതൊക്കെയാണ്? ഇവിടെ ഒരെണ്ണം പൾമിനറി സ്റ്റെനോസിസ്, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, VSD ആൻഡ് ഓവർ റൈഡിങ് ഓഫ് അയോട്ട. അയോട്ട 2ലേക്കും തിരിഞ്ഞിരിക്കുന്നു. ഈ 4 കേസസാണ് വേണ്ടത്. നോക്കിയേ, ട്രൈക്കസ്പിഡ് അട്രീഷ്യ അതിൻ്റെ അകത്തില്ല, ട്രൈക്കസ്പിഡ് അട്രീഷ്യ ഇല്ല, VSD ഉണ്ട്, ASD ഇല്ല, പൾമിനറി സ്റ്റെനോസിസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ രണ്ടും ഉണ്ട്, ഇതുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഇത് തെറ്റാണ്. നെക്സ്റ്റ് ASD എൻ്റെ അകത്തില്ല, പൾമിനറി സ്റ്റെനോസിസ് ഉണ്ട്,
ഓവർ റൈഡിങ് ഓഫ് അയോർട്ട ഉണ്ട്, വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി റൈറ്റ് ആണ്, അത് മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഈ ഓപ്ഷനും റോങ് ആണ്, ഐ മീൻ ഇൻകറക്റ്റ് ആണ്, റോങ് എന്ന് പറയരുതെന്നാണ്, ഇൻകറക്റ്റ് ആണ്. നാലാമത്തെയാണ് VSD ഉണ്ട്, പൾമനറി സ്റ്റെനോസിസ് ഉണ്ട്, ഓവർ റൈഡിങ് ഓഫ് അയോർട്ടയുണ്ട്, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ട്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? എ ആണ് ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ഒരു കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യനും അതിൻ്റെ റാഷണൽ വെച്ച് കണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായ കാരണം ഇത് വളരെ സിമ്പിളായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു.